നിങ്ങൾക്ക് ഓവർ തിങ്കിങ് നിർത്താൻ കഴിയുന്നില്ലേ? 3 പവർഫുൾ ടെക്നിക്സ് പറയാം. 1, നമ്മളുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യേണ്ട, പകരം വരുന്ന എല്ലാ ചിന്തകളെയും ഒരു പേപ്പറിലേക്ക് എഴുതി വയ്ക്കുക. എല്ലാം കൺട്രോൾ ചെയ്യാതെ ചിന്തകൾ വരുന്നതിന് മൊത്തത്തിലൊരു പേപ്പറിലേക്ക് എഴുതി വയ്ക്കുക. അപ്പോൾ നമ്മളുടെ മൈൻഡ് ക്ലിയർ ആവും. അതോടുകൂടി നമ്മുടെ ഓവർ തിങ്കിങ്ങിന് ചെറിയൊരു പരിഹാരം ആവും. ഓക്കെ, ഇങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ നമ്മളുടെ മൈൻഡ് ക്ലിയർ ആകും. റിപ്പീറ്റഡ് തോട്ട്സ് ഇല്ലാതെ കൺഫ്യൂഷൻ കുറഞ്ഞ് നമുക്ക് നമ്മുടെ ഓവർ തിങ്കിങ്ങിനെ ഓവർകം ചെയ്യാൻ കഴിയും. ഇത് ശരിക്കും രാത്രി ഉറങ്ങുന്ന സമയത്താണ് ചെയ്യുന്നതെങ്കിൽ, ഉറങ്ങുന്നതിന് കുറച്ച് മുമ്പാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമായിട്ട് നമുക്ക് ഉറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ടെക്നിക്ക് 5, 4, 3, 2, 1 ടെക്നിക്കാണ്. 5, 4, 3, 2, 1 ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്നാണ് പറയുന്നത്. നമ്മളുടെ കാട് കയറിയ ചിന്തകളെ പ്രസൻറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ടെക്നിക്കാണിത്. നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്നത് എപ്പോഴും ഒന്നുകിൽ പാസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ്. പ്രസൻറ്റിൽ ഓവർ തിങ്കിങ് ഉണ്ടാവില്ല. അപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളെയും ഓർത്ത് ടെൻഷൻ അടിക്കുന്നവർ വേഗത്തിൽ ഈ 5, 4, 3, 2, 1 ടെക്നിക്ക് ചെയ്താൽ മതി. അത് ഒന്നെന്ന് പറയുന്നത് 5, നമ്മൾക്ക് ചുറ്റും കാണുന്ന 5 കാര്യങ്ങൾ എന്തൊക്കെ അത് കാണുക. അതുപോലെ 4 തൊടാൻ പറ്റുന്ന സംഭവങ്ങൾ നമ്മൾ തൊടുക. 3 കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കേൾക്കുക. 2 മണം, എന്തിൻ്റെങ്കിലുമൊക്കെ മണം കേൾക്കാൻ പറ്റും. മണം കിട്ടാവുന്ന ഏതെങ്കിലും 2 കാര്യങ്ങൾ നമ്മൾ മണക്കുക. 1 വസ്തുവെങ്കിലും നമ്മൾ ടേസ്റ്റ് ചെയ്യുക. ഇങ്ങനെ 5 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ മൈൻഡിനെ പ്രസൻറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതോടുകൂടി ഓവർ തിങ്കിങ്ങിനൊരു ചെറിയ പരിഹാരമാണ്. ഓക്കെ, അടുത്ത ടെക്നിക്ക്, മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ടൈം ലിമിറ്റ് തിങ്കിങ്. നമ്മളുടെ ചിന്തയ്ക്ക് ഒരു ടൈം ബൗണ്ട് വയ്ക്കുക. അൺലിമിറ്റഡായി ചിന്തിക്കുമ്പോഴാണ് ഓവർ തിങ്കിങ് ഒരു പ്രശ്നമായിട്ട് മാറുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിനൊരു പ്രത്യേക സമയം കണക്കാക്കുക. ആ സമയം കഴിഞ്ഞാൽ ആ ചിന്തകളെ ഒഴിവാക്കുന്ന രീതിയിൽ നമ്മൾ ബോധപൂർവം ശ്രമിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഈ പ്രശ്നത്തെക്കുറിച്ച് ഞാൻ 5 മിനിറ്റിൽ കൂടുതൽ ചിന്തിക്കില്ല എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചുകൊണ്ട്, നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ചിന്തയെ 5 മിനിറ്റ് കഴിയുന്നതോടുകൂടി മറ്റൊരു തരത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ബോധപൂർവം മാറ്റുക. അങ്ങനെ ബോധപൂർവം മാറ്റുന്ന സമയത്ത് നമ്മൾ ഒന്നുകിൽ ആ ചിന്ത നിൽക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെ നമ്മളുടെ ആ ചിന്തയെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിലൂടെ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. അതുപോലെ കൂടുതലായിട്ട് ചിന്തിക്കുന്ന ലൂപ്പിനെ മാറ്റാൻ കഴിയും. ഓവർ തിങ്കിങ് എന്ന് പറയുന്നതിനെ നമ്മൾ ഒരിക്കലും പിടിച്ചു കെട്ടാൻ കഴിയില്ല, നിർത്താൻ കഴിയില്ല. പക്ഷേ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ 3 ടെക്നിക്സ് ഉപയോഗിക്കുക. കൂടുതൽ ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം.